Hi all, how are you? Finally, I come near to you like this to see you and start our English course book. Before that, I am going to ask you some questions. നിങ്ങൾക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നല്ലാതെ വേറെ നമുക്ക് മാർഗങ്ങളൊന്നും ഇല്ല അല്ലേ? ഈ ഒരു കോവിഡ് നല്ല രീതിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ ഒരുപാട് വഴുകാനുള്ള സാധ്യതകളാണ് ഇനിയും മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ വിക്ടേഴ്സ് ചാനലും ഒക്കെ കണ്ട് ചാപ്റ്ററുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക. അതിൽ വരുന്ന എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ചോദിക്കാം. സോ ഐ എം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻ ബിഫോർ എൻറ്ററിങ് ഇൻ ടു അവർ ഫസ്റ്റ് സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ റേസിംഗ് കോമ്പറ്റീഷൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും റേസിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഓട്ട മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഹാവ് യു വോൺ ഇൻ ദാറ്റ്? അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? സോ നോ, ഉണ്ടല്ലേ. വാട്ട് വിൽ യു ഡു ഇഫ് യു ലോസ് എ റേസ്? നിങ്ങളൊരു ഓട്ട മത്സരം പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഓടിയെത്താൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യുക? യു ഹാവ് ടു റൈറ്റ് വാട്ട് വിൽ യു ഡു ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? എഴുതി സബ്മിറ്റ് ചെയ്യണം. എനിക്ക് അയച്ച് തരണം. എന്തായാലും അടുത്ത ദിവസം വരുമ്പോൾ നോട്ട് കാണിക്കണം എന്ന് പറയുന്നതിന് പകരം എന്താ, എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തരണം. കാലം പോയൊരു പോക്കി. ഹിയർ ഈസ് എ സ്റ്റോറി നെയിംഡ് ദ റേസ് that tells about a boy who lost a race and what happened then in his life. നമ്മൾ നോക്കാൻ പോകുന്നത് റേസ് എന്ന് പറയുന്ന സ്റ്റോറി ഒരു ബോയിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. ഒരു ഓട്ട മത്സരത്തിൽ പരാജിതനായിപ്പോയ ഒരു കുട്ടിയുടെ കഥയാണ് ഏത് പറയുന്നത്, ദ റേസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബിഫോർ ഗോ ത്രൂ ദ സ്റ്റോറി, ലെറ്റ്സ് ഹാവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി റൈറ്റർ നിഷ പഞ്ചാബി. അതിലൂടെ പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് നോക്കണം? നിഷ പഞ്ചാബി എന്ന് പറയുന്ന ഈ ഒരു ദ റേസ് എന്ന് പറയുന്ന സ്റ്റോറി എഴുതിയ ആ ഒരു എഴുത്തുകാരിയെക്കുറിച്ച്, ആ റൈറ്ററിനെ കുറിച്ച് നമ്മളൊന്ന് അറിയണം. ടേക്ക് ദ പേജ് നമ്പർ 13 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 എടുക്കുക എല്ലാവരും. നമുക്കൊന്ന് നോക്കാം. നിഷ പഞ്ചാബി is a freelance writer based in Lucknow, India. She completed her education including her master's in business administration. She was employed by the Lucknow Times, daily magazine of the Times of India, as a freelancer. She blogs at shimmeringsunshine.blogspot.com. The Race is an award-winning story in a sports category competition held by the Children's Book Trust, New Delhi, India in 2001. While the important point is, the Race is an award-winning story in a sports category competition. സ്പോർട്സ് കാറ്റഗറി കോമ്പറ്റീഷനിലെ ഒരു അവാർഡ് വിന്നിങ് സ്റ്റോറിയാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ദ റേസ് എന്ന് പറയുന്നത്. ദാറ്റ് കോമ്പറ്റീഷൻ ഈസ് ഹെൽഡ് ബൈ ദി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ്, ന്യൂഡൽഹി, ഇന്ത്യ ഇൻ 2001. 2001 ഡൽഹിയിലെ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലാണ് എന്ത് ദ റേസ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറിക്ക് ഈ ഒരു അവാർഡ് കിട്ടുന്നത് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. Now you know about the writer. Without wasting a minute, let's go through the story, The Race. The Race, Nisha Punjabi. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. So, Tarun was a mediocre student. Mediocre, the word mediocre means average. ഒരു ഇടത്തരം. Mediocre means average. Tarun was a mediocre student. The character in the story, the boy Tarun, was a mediocre student. Tarun was a average student. Tarun എന്തായിരുന്നു? ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു ഇടത്തരം വിഭാഗത്തിൽ പെടുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? തരുൺ എന്ന് പറയുന്ന നമ്മുടെ ബോയ്. His grades could barely satisfy his parents. His grades could
not satisfy his parents. You know that the word barely is a negative word. ആ ഒരു barely എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. ആ ഒരു സെൻറ്റൻസിന് നെഗറ്റീവ് മീനിങ് കൊടുക്കുന്ന ഒരു വേർഡാണ് ഏത്, barely എന്ന് പറയുന്നത്. സോ ഹിസ് ഗ്രേഡ്സ്, ഹിസ് മാർക്സ് could barely, that means not, could not satisfy his parents. Satisfy means make happy, സന്തോഷിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. ഹിസ് പാരൻസ്, അവൻ്റെ മാർക്കുകൾ എന്ത് ചെയ്യാറില്ല, അവൻ്റെ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാറില്ല, ആശ്വസിപ്പിക്കാറില്ല, വേണ്ട സന്തോഷം കൊടുക്കാറില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. ആൻഡ് ഓൾസോ ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. തരുൺ വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. ഒരു നല്ല ആക്ടറോ പെയിൻറ്ററോ ഡാൻസറോ സിംഗറോ ഒന്നും ആയിരുന്നില്ല ആര്, നമ്മുടെ തരുൺ. He always thought of himself as the black sheep of the family. തരുൺ always think of, തരുൺ എല്ലായ്പ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് always thought of himself. ഹിംസെൽഫ്, അവൻ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ അത്, ആസ് ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. ഹീ ഈസ് ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. അവൻ അവൻ്റെ ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പാണ്. What do you mean by black sheep? You have to understand the phrase black sheep is an idiom. Black sheep എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇഡിയമാണ്. എന്താ ഇഡിയം എന്ന് പറഞ്ഞാൽ അപ്പോൾ? Idiom is a group of words with a meaning different from the meanings of the individual words is called an idiom. Idiom is a group of words. ഒരു കൂട്ടം പദങ്ങളായിരിക്കും എന്തെന്ന് പറയുന്നത്, ഇഡിയം എന്ന് പറയുന്നത്. With a meaning different from the meanings of the individual words. ആ ഒരു ഫ്രേസിലെ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിലെ ഓരോ വേർഡും എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമായിരിക്കില്ല ആ ഒരു ഒറ്റ കൂട്ടം പദങ്ങൾ ഒരുമിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇഡിയത്തിൻ്റെ പ്രത്യേകത. ഇവിടെ തന്നെ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നമ്മൾ ഓരോ വേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ലിറ്ററലി മീൻസ് ദി കളർ ഓഫ് എ ഷീപ്പ്, അല്ലേ? ഒരു ഷീപ്പിൻ്റെ കളറായിട്ടാണ് നമുക്കത് ഒറ്റ വായനയിൽ അറിയാത്ത ഒരാളെ സംബന്ധിച്ചോളം തോന്നുക. എന്താ, ബ്ലാക്ക് ഷീപ്പ്, കറുത്ത ആട്. ബട്ട് ഇറ്റ്സ് എ ഇഡിയം, അതൊരു ഇഡിയമാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും, വേറെ ആയിരിക്കും. എന്താ, ദ ഓഡ് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്. ഒരു കൂട്ടം ആളുകളിലെ ഒറ്റയാനെ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഒറ്റയാനെ ആണ്, അതായത് മാറ്റി നിർത്തപ്പെട്ടവനെയാണ് എന്തെന്ന് പറയാം, ബ്ലാക്ക് ഷീപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ തരുൺ ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. തൻ്റെ ഫാമിലിയിലെ ആർക്കും വേണ്ടാത്ത മാറ്റി നിർത്തപ്പെട്ട ഒരു കുട്ടിയാണ് ഞാൻ എന്ന് അവൻ എന്ത് ചെയ്യുന്നു, സ്വയം വിചാരിക്കുന്നു. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. So, from that sentence you may know that his elder brother, that means Tarun has a brother. Tarun ഒരു brother ഉണ്ട്, elder brother ഉണ്ട്. Who was pursuing means following, continuing. Who was continuing a degree in engineering from a reputed college. Reputed means famous, അറിയപ്പെടുന്ന, ഒരു അറിയപ്പെടുന്ന കോളേജിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് ആര്, തരുണിൻ്റെ ബ്രദർ. ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. ആൻഡ് ഹി ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. തരുണിൻ്റെ ബ്രദർ ആ ഫാമിലി എപ്പോൾ എന്താക്കും, മറ്റുള്ളവരുടെ ഇടയിൽ പ്രൗഡാക്കി നിർത്തും. അഭിമാനമുള്ള ഒരു ഫാമിലി ആക്കി മാറ്റുന്നത് തരുണല്ല, മറിച്ച് ആരാണ്, എൽഡർ ബ്രദറാണ്. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് തരുൺ വാസ് never good at anything like that. Tarun never made the family proud. തരുൺ ഒരിക്കലും അവൻ്റെ ഫാമിലിയെ എന്താക്കി നിർത്തിയിരുന്നില്ല, പ്രൗഡാക്കി അഭിമാനത്തോടു കൂടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഫ്രം ദി ഫസ്റ്റ് പാരഗ്രാഫ് യു ഗോട്ട് ദി ക്യാരക്ടർ. ദ നെയിം ഓഫ് ദി ക്യാരക്ടർ ഈസ് Tarun and he was a mediocre student and he has a brother who is continuing a degree in engineering from a reputed college, and the elder brother of Tarun made the family proud, and Tarun was not good at anything. Tarun എന്തിലും എന്തായിരുന്നില്ല, ഗുഡ് ആയിരുന്നില്ല എന്നും നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് മനസ്സിലായി. Second paragraph. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night.
Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent up emotions. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. He just had one dream to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. However, he was blessed with the strength of a great athlete. He was an excellent runner. ഇങ്ങനെയൊക്കെയാണെങ്കിലും he was an excellent runner. He was blessed with the strength of a great athlete. He was blessed. Blessed means അനുഗ്രഹിക്കപ്പെടുക. He was blessed by the God with the strength of a great athlete. Athlete means sportsman. A person who is proficient in sports. അല്ലേ? കായികാഭ്യാസിയായിരുന്നു ആര്? തരുൺ എന്ന് പറയുന്നത് സ്പോർട്സിൽ ആൾ ഉഷാറായിരുന്നു. ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ. ഒരു നല്ല ഓട്ടക്കാരനാണ് ആര്? Tarun. In the first paragraph, we says that Nisha Punjabi says that he was not a good singer, dancer, painter, or even an actor, but he was an excellent runner. പക്ഷെ അവൻ നല്ലൊരു ഓട്ടക്കാരനായിരുന്നു. He would run for hours, be it day or night. He would run for hours. Tarun would run for hours. മണിക്കൂറുകളോളം ഓടാനുള്ള കഴിവ് ആർക്കുണ്ട്? തരുണിനുണ്ട്. be it day or night. അത് പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent up emotions. And he has an hobby. അവനൊരു ഹോബി കൂടിയുണ്ട്. എന്താണ് അവൻ്റെ ഹോബി എന്ന് പറയാൻ പറ്റില്ല. അവനൊരു പ്രത്യേകതയുണ്ട്. എന്താ അത്? Whenever he felt sad and lonely, whenever he felt very sorrowful and lonely means ഒറ്റപ്പെടുക. അവൻ എപ്പോഴാണോ ഒരുപാട് സാഡ് ആവുന്നത്, സോറോഫുൾ മീൻസ് സാഡ് മീൻ ദുഃഖിതനാവുന്നത്, ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നത്, he exhausted himself by running. He exhausted himself. അവനെ എന്താക്കും? എക്സോസ്റ്റ് ചെയ്യിപ്പിക്കും. എക്സോസ്റ്റ് ആക്കും എന്ന് പറഞ്ഞാൽ ടയേർഡ് ആക്കും, ക്ഷീണിതനാക്കും. He exhausted himself by running, thus അങ്ങനെ releasing all his pent up emotions. Pent up means suppressed, അടിച്ചമർത്തി വെച്ച, അവൻ്റെ ഉള്ളിൽ അവൻ തന്നെ ഒതുക്കി വെച്ച അവൻ്റെ ആ ഒരു സങ്കടമൊക്കെ അവൻ ഇല്ലാതെയാക്കുന്നത് എങ്ങനെയാണ്? by exhausted himself by running. ഓടി അവനെ തന്നെ ക്ഷീണിപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ഈ സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത്. So why did he exhaust himself by running? Why? Because through that he could release all his pent up emotions. അതിലൂടെ അവൻ എന്തിന് കഴിഞ്ഞിരുന്നു? അവൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിരുന്നു. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. Suppose you miss your bus one day. What will you do? നിങ്ങൾ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കാത്തിക്കാൻ വേണ്ടി നിൽക്കുക, സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ വന്നപ്പോഴേക്കും ബസ് പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? സംശയമുണ്ടോ? നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഉമ്മ ബസ് മിസ്സായി, ഞാനിന്ന് പോകണില്ല അറിയില്ലേ? But when Tarun would miss his school bus, he would then run to school. പക്ഷെ തരുൺ എന്താ ചെയ്യല്? അവൻ്റെ ബസ് മിസ്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് ഓടും. which was 5 miles away from his home. And the school was 5 miles away from his home. 5 miles is equal to around 8 kilometer. ഏകദേശം 8 കിലോമീറ്ററോളം ദൂരെയുള്ള സ്കൂളിലേക്ക് അവൻ ഓടി എത്താറുണ്ടായിരുന്നു. which was 5 miles away from his home. How far is the school? Which was 5 miles away from his home, and he just had one dream.
He just had one dream. Throughout the life, Tarun had only one dream. അവൻ്റെ ജീവിതത്തിൽ അവൻ ആകെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താ അത്? ടു ബിക്കം ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ടു ബിക്കം ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവണം എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം? തരുണിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. Tarun did not know how to achieve his dream. But the main problem is he did not know how to become the fastest runner in the world. എങ്ങനെയാണ് ഒരു ഫാസ്റ്റസ്റ്റ് റണ്ണറായിട്ട് മാറാൻ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ആർക്കില്ല? തരുണിനുണ്ടായിരുന്നില്ല. അച്ചീവ് മീൻസ് നേടിയെടുക്കുക. ഓൺ ദി വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. എന്നാൽ വേറൊരു കാര്യം എന്താ? ഓൺ ദി വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് തരുൺസ് റണ്ണിങ്. തരുണിൻ്റെ ഈ ഓട്ടത്തിനോടുള്ള താല്പര്യമൊന്നും ആർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ്റെ പാരൻസിന് ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് ദേ വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ് ആസ് യൂഷ്വൽ. ഓൾ ദി പാരൻസ് വിഷ് ലൈക്ക് ദാറ്റ്. എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഓൺ ദി one hand his parents hated his running and wanted him to concentrate more on his studies. Tarun's parents wanted him to concentrate more on his studies. എന്നാൽ തരുണിൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം എന്താ? തരുൺ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം? അവൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. which he never did. അതാര് ചെയ്യലുമില്ല? തരുൺ ചെയ്യലും ഇല്ല. On the other hand, he belonged to a middle class family. The other obstacle is, മറ്റൊരു തടസ്സം, ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവാൻ അവൻ്റെ മുന്നിലുള്ള മറ്റൊരു തടസ്സം എന്ന് പറയുന്നത് എന്തായിരുന്നു? he belonged to a middle class family. അവനുള്ളത്, അവൻ്റെ ഫാമിലി, ഹിസ് ഫാമിലി വാസ് എ മിഡിൽ ക്ലാസ് വൺ. അവൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ്, ഒരു ഇടത്തരം കുടുംബമായിരുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? ഓട്ടക്കാരനാവാൻ കഴിയില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ? Tarun knew that to achieve his dream he needed an intensive training. To achieve his dream, Tarun knew that he needed an intense means very hard, കഠിന പരിശ്രമം, very hard training. നല്ല ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ എന്താവാൻ കഴിയുള്ളൂ? ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവാൻ കഴിയുള്ളൂ എന്ന് തരുണിന് അറിയാം. The amount for which was well beyond his family reach. But the amount for that intensive training was well beyond his family's reach. Family's income. Income means വരുമാനം. ഫാമിലിയുടെ വരുമാനത്തിനും അപ്പുറമായിരുന്നു എന്തിനുള്ള ചെലവ് എന്ന് പറയുന്നത്? The amount for the intensive training. For intensive training we need a coach. A smart coach. നല്ല കോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല ട്രെയിനിങ് കിട്ടുള്ളൂ. To that coach we have to give the amount, a good amount, a ബിഗ് ഹ്യൂജ് എമൗണ്ട്. ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആർക്ക് കൊടുക്കേണ്ടി വരും? ഈ ഒരു കോച്ചിന് കൊടുക്കേണ്ടി വരും. ബട്ട് ദാറ്റ് എമൗണ്ട് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. പക്ഷെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് തരുണിൻ്റെ ഫാമിലിയുടെ വരുമാനത്തിനും അപ്പുറമായിരുന്നു. ആൻഡ് ഇറ്റ്സ് ആൻ ഒബ്സ്റ്റക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ടു ബിക്കം ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല വേഗതയേറിയ ഓട്ടക്കാരനാവുക എന്നുള്ളതിനുള്ളൊരു തടസ്സമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഇത് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് സെക്കൻഡ് പാരഗ്രാഫ്. ലെറ്റ്സ് ഗോ ത്രൂ ദി തേർഡ് പാരഗ്രാഫ്. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted, and his fury having subsided, he threw himself on a bench and started panting heavily. When Tarun failed in his terminal examination, his father was very angry with him. And in a terminal examination, Tarun failed. ഒരു ഫൈനൽ എക്സാമിനേഷൻ ആര് ഫെയിൽ ആയിപ്പോയി? തരുൺ ഫെയിൽ ആയിപ്പോയി. ആൻഡ് ദാറ്റ് ടൈം ഹിസ് ഫാദർ, തരുൺസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. ആ മാർക്ക്, ആ ഗ്രേഡും ഈ ഒരു ഫെയിലിയറിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് തരുണിൻ്റെ ഫാദർ ഒരുപാട് അങ്ങോട്ട് എന്തായി? ദേഷ്യം. His friends too made fun of him. Made fun of means mock or tease. കളിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്.
Tarun's friends too made fun of him. ഈ ഫെയിലിയറിനെ കുറിച്ച് പറഞ്ഞ് അവനെ ഒരുപാട് കളിയാക്കി. It was a day he wanted to wipe out from his memory, and so he took to running. And that was the day Tarun wanted to wipe out from his memory. Wipe out means തുടച്ചു നീക്കുക. Wipe out from his memory. ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും അവൻ എന്ത് ചെയ്യണം, അവൻ്റെ തലയ്ക്കുള്ളിൽ നിന്നും തുടച്ചു നീക്കണമായിരുന്നു. അത്രമാത്രം അവന് സങ്കടം ഉള്ളിൽ നിറഞ്ഞുപോയി. ആൻഡ് വി നോ ദാറ്റ് വാട്ട് ഡിഡ് ഹി ഡു വെൻ ഹി ബിക്കം വെരി സാഡ് ആൻഡ് ലോൺലി. അല്ലേ, ഒരുപാട് സാഡും ഒരുപാട് ലോൺലി ആണെന്ന് തോന്നുന്ന സമയത്ത് തരുൺ എന്താ ചെയ്യാറുള്ളത്? യെസ്, ഹി ടുക്ക് ടു റൺ. അവൻ സ്റ്റാർട്ട് ടു റൺ. അവൻ എന്ത് ചെയ്യും? ഓടാൻ തുടങ്ങും. അല്ലേ, യെസ്, ഹി ടുക്ക് ടു റണ്ണിങ്. അവൻ ഓട്ടം തുടങ്ങി. He ran all around the park. Tarun ran all around the park. പാർക്ക് ചുറ്റിലും അവൻ നന്നായിട്ട് ഓടി. The sun beat down to check his rage, but nothing could stop Tarun. The sun, even the sun beat down. Beat down means radiate intense heat and brightness. What is the meaning of that? Beat down, radiate intense heat. കത്തിജ്വലിച്ചു നിന്നു ആര്? സൂര്യൻ. എന്തിനാ? The sun beat down to check his rage. Rage means anger, ദേഷ്യം. അവൻ എത്രമാത്രം ദേഷ്യമുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ ആര് വരെ തീരുമാനിച്ചു? സൂര്യൻ വരെ തീരുമാനിക്കുകയാണ്. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. ഇതിനൊന്നിനും ആരെ തടയാൻ കഴിഞ്ഞില്ല? തരുണിനെ തടയാൻ കഴിഞ്ഞില്ല. After about an hour, he was fully exhausted. After the continuous running, after an hour of continuous running, he fully exhausted. He become fully exhausted. അവൻ എന്തായി? ആകെ ടയേർഡായി, ക്ഷീണിതനായി. ആൻഡ് ഹിസ് ഫറി മീൻസ് ആങ്കർ, ദേഷ്യം. ഫറി, റേജ്, ആങ്കർ, ദേഷ്യം. ഹാവിങ് സബ്സൈഡ് മീൻസ് ഡിക്രീസ്, കുറയുക. അവങ്ങനെ അവസാനം അരമണിക്കൂർ നീണ്ടു നിന്ന about an hour, ഒരു മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു ഓട്ടത്തിന് ശേഷം അവൻ്റെ ദേഷ്യമൊക്കെ എന്തായി? കുറഞ്ഞു. And then he threw himself on a bench and started panting heavily. He threw himself on a bench. അവൻ അവിടെ കണ്ട ആ ബെഞ്ചിലേക്ക് അങ്ങോട്ട് ഇരുന്നു. And started panting. Panting means gasping. Gasping means കിതയ്ക്കുക. Panting heavily. അവിടെ ഇരുന്ന് അവൻ ശക്തമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കിതയ്ക്കാൻ തുടങ്ങി. So we completed 3 paragraphs of the story, The Race. From the first paragraph you understand the name of the character, Tarun. He was a mediocre student and he was not good at something. കുറച്ച് കാര്യങ്ങളൊന്നും അവൻ എന്തായിരുന്നില്ല, ഗുഡ് ആയിരുന്നില്ല. ആൻഡ് ഹി നെവർ മെയ്ഡ് ഹിസ് ഫാമിലി പ്രൗഡ് ബട്ട് ഹിസ് ബ്രദർ. അവൻ ഒരിക്കലും അവൻ്റെ ഫാമിലി എന്താക്കിയിരുന്നില്ല, പ്രൗഡാക്കിയിരുന്നില്ല. ബട്ട് ഹിസ് ബ്രദർ, പക്ഷെ അവൻ്റെ ബ്രദർ എന്ത് ചെയ്തിരുന്നു? അത് ചെയ്തിരുന്നു. അല്ലേ? In the second paragraph എന്താ പറഞ്ഞത്? He was blessed with the strength of a great athlete and he was an excellent runner. ഇതൊന്നും അവന് സിംഗിങ്, ഡാൻസിങ് ഇങ്ങനത്തെ ഒന്നും കഴിവില്ലെങ്കിൽ അവൻ എന്തായിരുന്നു? നല്ലൊരു ഓട്ടക്കാരനായിരുന്നു. ആൻഡ് ഹിസ് one of the dream is, his one and only dream is to become the fastest runner in the world. അവൻ്റെ ആകെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അത് മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു കാര്യം. ബട്ട് ദർ ഹാഡ് എ ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. പക്ഷെ അവൻ്റെ മുന്നിൽ എന്തുണ്ടായിരുന്നു? ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ബിക്കോസ് ഹിസ് ഫാമിലി ഈസ് എ മിഡിൽ ക്ലാസ് വൺ ആൻഡ് ദർ were no proper amount for a intensive training. നല്ലൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിന് വേണ്ട എന്ത് എമൗണ്ട് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് തേർഡ് പാരഗ്രാഫ്, ഈ നിഷ പഞ്ചാബി ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഫെയിലിയർ ഇൻ എ ടെർമിനൽ എക്സാമിനേഷൻ ആൻഡ് വാട്ട് ഹാപ്പൻഡ് ദെൻ. ഒരു ടെർമിനൽ എക്സാമിനേഷനിൽ തരുണ് പരാജയപ്പെട്ടതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് തേർഡ് പാരഗ്രാഫിൽ പറഞ്ഞത്. ആൻഡ് ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അച്ഛൻ ദേഷ്യപ്പെടുകയും ഫ്രണ്ട്സ് എന്ത് ചെയ്യുകയും ചെയ്തു? ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു റണ്ണിങ്. ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു സപ്രസ് ഹിസ് പെൻഡ് അപ്പ് ഇമോഷൻസ്. അവൻ്റെ ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ ഒരേ ഒരു മാർഗം തരുണിന് അറിയുന്നത് എന്തുമാത്രമാണ്? റണ്ണിങ് മാത്രമാണ്. ആൻഡ് ഹി ഈസ് നൗ ഇൻ എ പാർക്ക്. അവനിപ്പോൾ എവിടെയാണുള്ളത്? പാർക്കിലാണ് ഉള്ളത്.